Hello, good morning. Good morning. Okay. Question ചെയ്തല്ലോ അല്ലേ? Next question നോക്കാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. കുറെ ആളുകൾ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ല. ക്വസ്റ്റ്യൻ കാണാലോ. An electricity company gives you the following information. They decided to claim depreciation on its assets on the straight line method. You are required to compute depreciation and capital gains, if any, for the assessment year 2021 and 21-22. ഞാൻ വിളിച്ചോക്കട്ടെ കേട്ടോ മിസ്സിനെ. ക്വസ്റ്റ്യൻ വായിച്ചു ബാക്കി. അപ്പൊ തന്നിരിക്കുന്നത് അസറ്റും അതിന്റെ കോസ്റ്റും റേറ്റ് ഓഫ് ഡിപ്രീസിയേഷനും തന്നിട്ടുണ്ട്. നമ്മളോട് ഡിപ്രീസിയേഷൻ എത്രയാവുന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ പഠിച്ചിട്ടില്ല. നെക്സ്റ്റ് ഹെഡ് ആണ്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണിക്കാം. ഓക്കെ, സോ ഐറ്റംസ് നോക്കാം. ട്രാൻസ്ഫോമർ, അണ്ടർഗ്രൗണ്ട് കേബിള്, then next diesel, electric and gas plant, building, office and showroom building. Then due to natural calamities, the following assets damaged during the previous year 2021 and hence sold. Transformer for rupees 10,000, underground cable for rupees 2,500, building for rupees 7,500. The company sold its office building and showroom for rupees 6 lakh and purchased a new building at a cost of rupees 10 lakh on 1/12/2020. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. So we can look how can we calculate the depreciation. Okay, so 2021ലെയും 21-22ലെയും കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് നോക്കൂ, ഏതാണ് ട്രാൻസ്ഫോമർ. എത്രയാണ് ട്രാൻസ്ഫോമറിന്റെ ഡിപ്രീസിയേഷന്റെ റേറ്റ് വന്നത്? 7.81%. 7.81%. ഓക്കെ, the cost is given as 1 lakh. ഓക്കെ, സോ എത്ര വരും അതിന്റെ ഡിപ്രീസിയേഷൻ? 7,810. നെക്സ്റ്റ് അണ്ടർഗ്രൗണ്ട് കേബിൾസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് കേബിൾസ് 5.27% ആണ് അതിന്റെ ഡിപ്രീസിയേഷൻ വരുന്നത്. സോ 25,000ന്റെ 5.27%. ഓക്കെ, അതുപോലെ തന്നെ ഡീസൽ, ഇലക്ട്രിക് ആൻഡ് ഗ്യാസ് പ്ലാന്റ് 10 lakh rupees ആണ്. 8.24 ആണ്. സോ 82,400. ദെൻ ടെമ്പററി ഇറക്ഷന് വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ്
അതിനകത്ത് നമുക്ക് ഡിപ്രീസിയേഷൻ റേറ്റ് തന്ന് 33.4%. സോ അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓഫീസ് ആൻഡ് ഷോറൂം ബിൽഡിംഗ് 3.02%. അത് ഓക്കെ അല്ലേ? 5 lakhന്റെ 3.02%, 15,100. അങ്ങനെ ടോട്ടൽ ഡിപ്രീസിയേഷൻ നമുക്ക് 2021 കിട്ടിയത്, 2021 അസസ്മെന്റ് ഇയറിൽ കിട്ടിയത് ടോട്ടൽ ചെയ്തൊക്കെ 1,23,328. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് വി ഹാവ് ടു കമ്പ്യൂട്ട് ദി ഡിപ്രീസിയേഷൻ ഫോർ ബോത്ത് 2021 ആൻഡ് 21-22 അല്ലെ. 2021 21-22 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പം ഡിപ്രീസിയേഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതിന്റെ എല്ലാം റിട്ടൺ ഡൗൺ വാല്യൂ എത്രയുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, നോക്കൂ. ഫസ്റ്റ് വൺ, ട്രാൻസ്ഫോമർ. കോസ്റ്റ് 1 lakh ആയിരുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ വർഷം 7,810 ഡിപ്രീസിയേഷൻ കൊടുത്തു. ഇനി ബാക്കിയുള്ള റിട്ടൺ ഡൗൺ വാല്യൂ എത്രയായിരിക്കും? 92,190. ക്ലിയർ? ഇതുവരെ ക്ലിയർ ആയോ? അതെ, ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ ട്രാൻസ്ഫോമറിന്റെ എടുക്കാണ്. അറിയാലോ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 lakh ആണ്. ആ 1 lakhന്ന് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ 7,810 മൈനസ് ചെയ്തു. സോ ബാലൻസ് 92,190 ആണ് റിട്ടൺ ഡൗൺ വാല്യൂ. അതായത് നമ്മുടെ അസസ്മെന്റ് ഇയർ 2021-22 സ്റ്റാർട്ടിങ്ങിലെ റിട്ടൺ ഡൗൺ വാല്യൂ ആണത്. ഇനി നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെന്റിൽ എന്താണ് ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടില്ലേ നോക്കാം. നോക്കൂ, ഡ്യൂ ടു നാച്ചുറൽ കലാമിറ്റീസ് ദ ഫോളോയിങ് അസറ്റ് ഡാമേജ്ഡ് ഡ്യൂറിംഗ് ദി പ്രീവിയസ് ഇയർ അല്ലെ. 2021 എന്ത് ചെയ്തു? നാച്ചുറൽ കലാമിറ്റി കാരണം, അപ്പോൾ ഫ്ലഡ് എന്തെങ്കിലും വന്നപ്പോൾ കുറച്ച് അസറ്റുകളൊക്കെ ഡാമേജ് ആയി. അങ്ങനെ അത് എടുത്തിട്ട് വിറ്റു. ഓക്കെ, ഡാമേജ് ആയിട്ടുള്ള അസറ്റുകൾ എടുത്ത് വിറ്റു. അപ്പൊ ട്രാൻസ്ഫോമർ വിറ്റ സമയത്ത് എത്ര രൂപ കിട്ടി? 10,000 rupees ആണ് കിട്ടിയത്. The following as a damage during the previous year and sold 10,000 rupees ആണ് സെയിൽ ചെയ്തു അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, 10,000 rupeesന്റെ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും നോക്കാം. 92,190 10,000 രൂപയുടെ സെല് ചെയ്തു, സെല്ലിംഗ് പ്രൈസ്. സോ ബാക്കി നമുക്ക് അവിടെ ഉള്ളത് 82,190 ആവും. ഓക്കെ, അതായത് 10,000 രൂപയ്ക്കുള്ളത് വിറ്റു. Then next balance is 82,190. 82,190ക്ക് എത്ര പെർസെന്റേജ് ആണ് ട്രാൻസ്ഫോമറിന്റെ ഡിപ്രീസിയേഷൻ? എത്രയാ ട്രാൻസ്ഫോമറിന്റെ ഡിപ്രീസിയേഷന്റെ പെർസെന്റേജ്? പറയൂട്ടുള്ള 7.81 അല്ലേ. അപ്പൊ നമ്മൾ ഈ 82,190 into 7.81% ചെയ്യും. 7.81%. ശ്രദ്ധിക്കുക കേട്ടോ, എന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഇത്രയും നമുക്ക് പെർഫെക്ഷനിൽ കിട്ടണില്ല. അതുകൊണ്ടാണ് ഞാൻ നോക്കിയത്. അപ്പൊ ആ സ്ലൈഡിലൊന്നും നമുക്കത് മുഴുവനാവില്ല. 7.81%. 82,190 ആണ് ബാലൻസ് ഉണ്ടായിരുന്നത്. അതിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു, 6,419 കിട്ടി. ഈ ഭാഗം ക്ലിയർ ആയോ എന്ന് പറയും? ഒന്നുകൂടെ പറഞ്ഞുതരാം. ട്രാൻസ്ഫോമറിന്റെ റിട്ടൺ ഡൗൺ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അതിന്ന് സെയിൽ ചെയ്തിട്ടുള്ളത് കുറച്ചു. ഓക്കെ, അതായത് സെല്ലിംഗ് പ്രൈസ് കുറച്ചു. നെക്സ്റ്റ് ബാലൻസ് റിട്ടൺ ഡൗൺ വാല്യൂവിന്റെ ഡിപ്രീസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ് മിസ്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, സോ നെക്സ്റ്റ് ഏതാണ് വരുന്നത്? അണ്ടർഗ്രൗണ്ട് കേബിൾ. ദ കോസ്റ്റ് ഈസ് 25,000. Last year depreciation is 1,318. So the balance written down value is 23,682. Next, selling price is 2,500. 2,500. I will show you. 2,500. Underground cable 2,500 ആണ് അതിന്റെ
സെല്ലിംഗ് പ്രൈസ് തന്നിരിക്കുന്നത് കണ്ടല്ലോ 2500. സോ we deduct that 2500. So the balance is 21,182. So what is the depreciation rate? Depreciation rate is 5.27. So 21.182 into 5.27. Okay. Clear? Miss. So 1,160. 21. 182 ആണ്. Okay, correct. That is 1116. 1,116 ആണ് അതിന്റെ depreciation. Next is diesel electric gas plant ഉണ്ട്, building temporary erection ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് building temporary erection എടുത്തോണ്ട് നമുക്ക് അതന്നെ നോക്കാം. building temporary erection 50,000 ആയിരുന്നു ലാസ്റ്റ് ഇയറിലെ കോസ്റ്റ്. അതിന് നമ്മൾ ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തു. എത്രയാണ് ഈ വർഷം കൊടുത്ത ഡിപ്രീസിയേഷന്? 16,700 ആയിരുന്നു ഈ വർഷം കൊടുത്തിട്ടുള്ള ഡിപ്രീസിയേഷൻ. സോ ബാലൻസ് ഫിഗർ ഈസ് 33,300. 33,300-ന് നമ്മൾ സെല്ലിംഗ് പ്രൈസ് മൈനസ് ചെയ്തു. സെല്ലിംഗ് പ്രൈസ് ഈസ് 7,500. 7,500 നമ്മൾ മൈനസ് ചെയ്തു. സോ ദി ബാലൻസ് ഈസ് 25,800. 25,800 ന്റെ depreciation rate is 33.4%. 33.4%. That is 8,617. 8,617 is the depreciation for the assessment year 21-22. Next one is diesel, electric and gas plant. The depreciation provided in the last year is 82,400. Then you can go through the question. There is no adjustments regarding the selling of diesel, electric and gas plant. Diesel, electric and gas plant in the selling in a question at the Paranapilla, transformer, underground cable, building temporary erection. പിന്നെ ഓഫീസ് ബിൽഡിംഗ് ഷോറൂമിന്റെ ഒക്കെ പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ് താഴെ തന്നിരിക്കുന്നത്. സോ അവിടെ നമുക്ക് സെയിൽസ് ഇല്ല, മറിച്ച് 10 lakh rupees ആയിരുന്നു അതിന്റെ കോസ്റ്റ് വന്നിരുന്നത്. അതിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ചു. ദെൻ ആ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 82,400. 82,400 നമ്മൾ മൈനസ് ചെയ്തു. Okay. Second one. Okay, but 10 lakh. അത് മൈനസ് ചെയ്തപ്പോൾ അതിന്റെ ഇത് എത്ര കിട്ടി? 9,17,600. 9,17,600. ഓക്കെ. പിന്നെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഇതിന്റെ ഡിപ്രീസിയേഷൻ കൊടുത്തത് എത്രയാണ്? ഡിപ്രീസിയേഷൻ കൊടുത്തത് 82,400. എങ്ങനെ 82,400 കിട്ടിയത്? 10 lakh അവിടെ വീണ്ടും കൊടുത്തത് അല്ലെ? അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് കറക്റ്റ് ചെയ്യാം. 9,17,600. ഓക്കെ, സോറി കേട്ടോ.
അതായത് ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ, സ്ട്രൈറ്റ് ലൈൻ പവർ പ്ലാന്റ് ആണ്. അപ്പൊ പവർ പ്ലാന്റ് ആവുമ്പോൾ കേസിൽ ഡീസൽ, ഇലക്ട്രിക് ആൻഡ് ഗ്യാസ് പ്ലാന്റ് ആണ്. പഠിച്ചത് ഓർമ്മയുണ്ടോ? സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ എപ്പോഴും കോസ്റ്റിന്റെ 8.24% ആണല്ലോ, 82,400. ഒന്നുകൂടെ ശ്രദ്ധിക്കാം, കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ഗ്യാസ്, ഇലക്ട്രിക് ആൻഡ് ഗ്യാസ്, ഡീസൽ, ഇലക്ട്രിക് ആൻഡ് ഗ്യാസ് പ്ലാന്റ് നമ്മൾ പഠിച്ചതാണ്. പ്ലാന്റ്, പവർ പ്ലാന്റിന്റെ കേസിൽ മാത്രം നമ്മൾ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ഈടാക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ കോസ്റ്റ് എപ്പോഴും സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഒരേ എമൗണ്ട് തന്നെ ആയിരിക്കും അതിനകത്ത് എല്ലാ വർഷവും ഡിപ്രീസിയേഷൻ ഈടാക്കുക അല്ലെ. അപ്പൊ 82,400 ആണ് അതിന്റെ ഡിപ്രീസിയേഷൻ വരിക. എങ്ങനെ കിട്ടിയത്? എങ്ങനെയാ? 10 lakhന്റെ 8.24%. Okay, the next one is clear ആണോ അത്? Is it clear? റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ. ക്ലിയർ? Yes. ഓക്കെ, സോ നമുക്കിവിടെ 82,400 തന്നെയാണ് ഡിപ്രീസിയേഷൻ വരിക. നിങ്ങൾ എഴുതിയെടുക്കുമ്പം അതൊന്ന് ജസ്റ്റ് അതിനൊരു സ്റ്റാർ മാർക്കൊക്കെ ഇട്ടിട്ട് വർക്കിംഗ് നോട്ടായിട്ട് കൊടുക്കണം കേട്ടോ. സോ നെക്സ്റ്റ് ഓഫീസ് ആൻഡ് ഷോറൂം ബിൽഡിംഗ് ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. ഓഫീസ് ആൻഡ് ഷോറൂം ബിൽഡിംഗ്. ഓഫീസ് ആൻഡ് ഷോറൂം ബിൽഡിംഗിൽ 15,100 rupees ആണ് കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ വന്നത്. ഓക്കെ, ദെൻ അതിനകത്ത് കുറച്ചൊരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, 5 lakh ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ 5 lakhൽ നിന്ന് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. പിന്നെ പറഞ്ഞത് 6 ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്, 6 ലക്ഷം രൂപയുടേത് വിറ്റിട്ടുണ്ട്. മാത്രമല്ല 10 ലക്ഷം രൂപയ്ക്കുള്ളത് പുതിയത് പർച്ചേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി എത്ര ഉണ്ടാവും എന്നുള്ളത് നോക്കാം. 5 lakh, 6 lakh, 10 lakh. നിങ്ങൾ നോക്കൂ, ഇവിടെ ഒരു സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ താഴത്തേക്ക് ഈ ഒരു ഭാഗം നോക്കുക. ഞാൻ ഹൈലൈറ്റ് ചെയ്തിരുന്ന നിങ്ങൾക്ക് കാണില്ലേ? അല്ലേ? പോയിന്റ്. ഓക്കെ, ഇവിടെ നോക്കുക. ഇത് തൽക്കാലം നിർത്തിയിട്ട് ഈ ഒരു ഭാഗം നോക്കുക നിങ്ങൾ. ഓക്കെ, അവിടെ നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് 5 lakh rupeesന്റെ എന്തുണ്ടായിരുന്നു? ബിൽഡിംഗ് ഉണ്ടായിരുന്നു. 15,100 നമ്മൾ അതിന്റെ ഡിപ്രീസിയേഷൻ കുറച്ചു. 15,100 നമ്മൾ അതിന്റെ ഡിപ്രീസിയേഷൻ കുറച്ചു. ഓക്കെ, അങ്ങനെ റിട്ടൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 4,84,900 കിട്ടി. ഒന്നുകൂടെ പറയാം, കോസ്റ്റ് 5 lakh ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ 15,100 ഉണ്ട്. അത് നമ്മൾ മൈനസ് ചെയ്തപ്പോൾ റിട്ടൺ ഡൗൺ വാല്യൂ 4,84,900 കിട്ടി. അത് നമ്മൾ 6 ലക്ഷം രൂപക്ക് വിറ്റു. നിങ്ങൾ നോക്കിയോ, 4,84,900 rupeesനുള്ള സാധനം നമ്മൾ പ്രോഫിറ്റിൽ വിറ്റതാണ്. സെല്ലിംഗ് പ്രൈസ് 6 lakh ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് അവിടെ എന്താണ്? ബിസിനസിന്റെ പ്രോഫിറ്റ്. ബിസിനസിന്റെ പ്രോഫിറ്റ്. അപ്പൊ അത് കഴിഞ്ഞു ഇനിയിപ്പോ എന്തേ ബാക്കിയുള്ളൂ? എന്തേ ബാക്കിയുള്ളൂ? പുതിയതായിട്ട് പർച്ചേസ് ചെയ്തത് മാത്രമാണ് ബാക്കിയുള്ളത്. പഴയ ബിൽഡിംഗ് മുഴുവൻ വിറ്റ് കഴിഞ്ഞല്ലോ അല്ല കുട്ടികളെ? അല്ലേ? ഇവിടെ ഒന്ന് നോക്കൂ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ തന്നെ നോക്കൂ. നമ്മുടെ അടുത്ത് ഓഫീസ് ആൻഡ് ഷോറൂം ബിൽഡിങ്ങിന്റെ കേസ് പറഞ്ഞ് 5 lakh ആണ് അതിന്റെ കോസ്റ്റ് പറഞ്ഞ്. 5 lakh അതിന് നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ചു.
കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ കുറച്ചു. എത്രയാണ് നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നത്? ഈ 5 ലാഖിന്റെ 3.02%. ഓൾറെഡി നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 15,100. 15,100 നമ്മൾ ഇവിടുന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, 15,100 നമ്മൾ മൈനസ് ചെയ്യാണ്. ക്ലിയർ? അപ്പൊ നമുക്ക് അതിന്റെ ബാലൻസ് കിട്ടും. ബാലൻസ് എമൗണ്ട് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ ഒരു എമൗണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്ന ഈ ഒരു എമൗണ്ട് കണ്ടോ, 4,84,900. 4,84,900. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇനി നമ്മള് ഈ ഒരു വസ്തു 6 ലക്ഷം രൂപയ്ക്ക് വിറ്റു. അപ്പൊ എന്താ സംഗതി? ഈ 4,84,000 4,84,900 ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് വിറ്റു. അപ്പൊ ഇതും ഇനി ഡിപ്രീസിയേഷൻ ഒന്നുമില്ല. അതേസമയം അയാൾ 10 ലക്ഷം രൂപയ്ക്ക് ഡിസംബറിൽ പുതിയത് വാങ്ങിച്ചു. 10 ലക്ഷം രൂപയ്ക്ക് പുതിയത് വാങ്ങിച്ചു. 10 lakh rupees പുതിയത് വാങ്ങിച്ചു. അപ്പൊ നോക്ക് 182 ഡേയ്സ് അത് ഉപയോഗിച്ചിട്ടുണ്ടാവോ? 182 ഡേയ്സ് അത് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഡിസംബർ ലാണ് വാങ്ങിച്ചത്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 4 മാസം ഉപയോഗിച്ചിട്ടുള്ളൂ. 120 ദിവസത്തോളം ആയിട്ടുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ പകുതി ഡിപ്രീസിയേഷൻ ആണ് കൊടുക്കുക. പഠിച്ചതാണല്ലോ. ഓക്കെ, 3.02% കൊടുക്കൂല. 1/2 into 3.02% ആണ് കൊടുക്കുക. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കുന്നത്. ഇതിനകത്ത് അതാണ് ഈ 10 ലാഖിന്റെ പുതിയത് പർച്ചേസ് ചെയ്തതിന്റെ 0.5%. അത് ഹാഫ് ഇയർലി ഇന്ന് കൊടുത്ത 3.02, അതിന്റെ ഹാഫ് 3.02 into 1/2 into 10 lakh എന്നുള്ള രീതിക്കാണ് കൊടുക്കുന്നത്. അത് 15,100 ആണ് ഡിപ്രീസിയേഷൻ വന്നത്. 15,100. അപ്പം നമുക്ക് ഈ കഴിഞ്ഞ വർഷത്തിൽ വന്നിട്ടുള്ള ഈ വർഷത്തിൽ വന്ന ഡിപ്രീസിയേഷൻസ് എല്ലാം ടോട്ടൽ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മളടുത്ത് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് കിട്ടിയിട്ടുള്ള ലാഭത്തിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ടുള്ള ലാഭത്തിനെയാണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് നോക്കാം. ഇതൊന്ന് ജസ്റ്റ് നോക്കണേ ഉള്ളൂ, കാരണം നിങ്ങൾക്ക് ഇത് ഈ ഒരു ഭാഗം ചിലപ്പോൾ നന്നായിട്ട് മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മൾ അതിന്റെ ക്യാപിറ്റൽ ഗെയിൻ്റെ ഒരു പോർഷൻ എടുക്കുമ്പോഴാണ് അത് നന്നായിട്ട് മനസ്സിലാവുക. അത് എടുത്തിട്ട് ഇത് പറയുമ്പോൾ എനിക്ക് ക്ലിയർ ചെയ്യും. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. കോസ്റ്റ് 5 lakh മനസ്സിലായല്ലോ. റിട്ടേൺ ഡൗൺ വാല്യൂ, അതായത് കഴിഞ്ഞ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറച്ചു. സെല്ലിംഗ് പ്രൈസ് 6 lakh ആണ്. സോ 15,100 ആണ് നമുക്ക് അവിടെ എന്ത് കിട്ടിയത്? ബിസിനസ്സിലെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, ക്ലിയർ? കോസ്റ്റ് മൈനസ് റിട്ടേൺ ഡൗൺ വാല്യൂ, കോസ്റ്റ് മൈനസ് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് നമുക്ക് അവിടെ. കോസ്റ്റ് 5 lakh, 4,84,900 ആണ് അതിന്റെ റിട്ടേൺ ഡൗൺ വാല്യൂ. അത് നമ്മൾ 6 lakh rupees സെല്ല് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ എന്ത് കിട്ടി? ലാഭം കിട്ടി. അതാണ് അവിടെ കാണിക്കുന്നത്. കാൽക്കുലേഷനിൽ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കട്ടെ കേട്ടോ.
ഓക്കെ, ബിസിനസ് ആ ഒരു ലാഭത്തിനെ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അവിടെ കാണിക്കുന്നുണ്ട്. ബിസിനസ് പ്രോഫിറ്റ് എന്നും ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ എന്താണ് ബിസിനസ് പ്രോഫിറ്റ് നോക്കുക? കോസ്റ്റ് മൈനസ് റിഡൻഡൗണ്ട് വാല്യൂവിനെയാണ് നമ്മൾ ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേസമയം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റിനെയാണ്. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റിന് 15,100. അതായത് കഴിഞ്ഞ വർഷം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഡിപ്രീസിയേഷൻ അവിടെ നമ്മൾ ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചു. അതേസമയം ക്യാപിറ്റൽ ഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ അസറ്റ് വിറ്റിട്ട് നമുക്ക് കിട്ടുന്ന ലാഭം ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സെല്ലിംഗ് പ്രൈസ് 6 lakh, അതിന്റെ കോസ്റ്റ് 5 lakh, അതിനെ നമ്മൾ ആ 1 lakhനെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് വിളിക്കും. അതേസമയം ഇവിടെ കോസ്റ്റും റിഡൻഡൗണ്ട് വാല്യൂം തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയും. അതെന്താ വെച്ചാല് പിന്നെ ബിസിനസ്സിൽ ഇവിടെ ഉള്ള ലാഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിപ്രീസിയേഷൻ മാത്രമേ. ഓക്കെ, ഈ ഒരു ഡിപ്രീസിയേഷൻ മാത്രമേ. മറ്റേത് നമ്മൾ എടുക്കുക ക്യാപിറ്റൽ ഗെയിൻ ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാപിറ്റൽ അസറ്റിന്റെ ട്രാൻസാക്ഷൻ, അതായത് ഫിക്സഡ് അസറ്റുകൾ വാങ്ങിയ വിൽക്കുകയൊന്നും ചെയ്യുന്നത് നമ്മൾ ബിസിനസ്സിൽ എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള ഹെഡിലാണ് ചെയ്യാം. അപ്പൊ ഇത്രയാണ്, ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഏകദേശം ഒന്ന് മനസ്സിലായാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റുകളും അറിയും. കേൾക്കുന്നുണ്ടോ? ഒക്കെ അവിടെ ഓൺ ആക്കിട്ട് പോയോ? കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും മനസ്സിലാവാത്തൊരു ഭാഗം ഉണ്ടെങ്കിൽ ചോദിക്കും. എനിക്ക് ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇങ്ങനെ പിക്ചർ ഇട്ടുകൊണ്ട്. കാരണം ഇങ്ങനെ നമ്മളിങ്ങനെ എഴുതി 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 വന്നിട്ടാൽ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് കൊള്ളിക്കുമ്പോൾ ഒരു പ്രയാസം. ക്ലിയർ ആണോ കുട്ടികളെ? ഓക്കെ, എന്നാൽ അതൊന്ന് എഴുതിയെടുക്കും. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യനും കൂടെ കാണിക്കാം. ഇത് നിങ്ങൾ ചെയ്യാനുള്ളതാണ് കേട്ടോ, ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഇത് സുഖമാണ്, ഇത് നോക്കൂ. റിഡൻഡൗണ്ട് വാല്യൂ അറ്റ് ദ ബിഗിനിങ് തന്നിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറിയും ബിൽഡിങ്ങും. പർച്ചേസ് ചെയ്തത് എത്ര തന്നിട്ടുണ്ട്, സെയിൽ ചെയ്തത് എത്ര തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് അതിന്റെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാം. അറിയാലോ, റിഡൻഡൗണ്ട് വാല്യൂ എടുക്കുക, പർച്ചേസസ് ആഡ് ചെയ്യുക, സെയിൽസ് ലെസ് ചെയ്യുക. അപ്പൊ നമുക്ക് റിഡൻഡൗണ്ട് വാല്യൂ കിട്ടും. പിന്നെ അതിന്റെ ഡിപ്രീസിയേഷൻ. ഓക്കെ, ബിഗിനിങ് ഓഫ് ദി ഇയർ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ പർച്ചേസ് ലെസ് സെയിൽസ്, അപ്പൊ നമുക്ക് റിഡൻഡൗണ്ട് വാല്യൂ കിട്ടും. എന്നിട്ട് അതിന്റെ ഡിപ്രീസിയേഷൻ കൊടുക്കുക. ബാലൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന അസറ്റിന്റെ വാല്യൂ എത്രയാണെന്നുള്ളതൊന്ന് എഴുതി വെക്കുക. അതുപോലെ തന്നെ ഇത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഗിവൻ ബിലോ കമ്പ്യൂട്ട് ദ എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ അലൗഡ് ആസ് ഡിഡക്ഷൻ വൈൽ കമ്പ്യൂട്ടിംഗ് ഇൻകം ഫ്രം ബിസിനസ് എന്നുള്ളത്. ഗുഡ്വില് 1,25,000, പർച്ചേസ്ഡ് പാറ്റന്റ്, പർച്ചേസ്ഡ് ട്രേഡ് മാർക്ക് 1,50,000 in November 2020. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗുഡ്വില്ലിന് നമ്മൾ ഡിപ്രീസിയേഷൻ ഈടാക്കില്ല എന്നുള്ളത്. ദെൻ പാറ്റന്റ് ട്രേഡ് മാർക്കിനൊക്കെ എത്രയാണ്? 25%. അപ്പോൾ ഇവിടെ പാറ്റന്റിന്റെ വില 2 ലക്ഷം രൂപ, അതിന്റെ 25% 50,000 രൂപ വരും. ട്രേഡ് മാർക്ക് 1,50,000 ആണ്. അതിൽ നമുക്ക് വേറെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തന്നിട്ടില്ല. സോ 1,50,000ന്റെ 25% ആണ് എടുക്കേണ്ടത്. ഓക്കെ, പർച്ചേസ് ട്രേഡ് മാർക്ക് പക്ഷെ നവംബറിലാണ് ഇത് പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 5 മാസം ഉപയോഗിച്ചിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് അതിന്റെ പകുതി ഡിപ്രീസിയേഷൻ മാത്രമേ കിട്ടുള്ളൂ. 18,750. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തിനുള്ള ഡിപ്രീസിയേഷൻ കിട്ടും. അപ്പൊ ഇത് രണ്ടും ഒന്ന് നാളത്തേക്ക് ചെയ്ത് നോക്കണം. ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ, ചെയ്ത് നോക്കണം. വെറുതെ എഴുതിയെടുക്കരുത്. ഇത് ഈ ഒരു സംഗതി ചെയ്തത് തന്നെ എന്തിനു വേണ്ടിയിട്ട് അറിയോ? ഈ ഗുഡ്വില്ലിന് എന്താണ് ഡിപ്രീസിയേഷൻ കൊടുക്കില്ല എന്നുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തിയറി ആയിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് ചെയ്തു മാത്രം.
ഓക്കെ, ഇതോ നിങ്ങളുടെ അറ്റൻഡൻസ് പറയും കേട്ടോ. ഞാൻ വിളിക്കാം, ഒരു മിനിറ്റ്. Okay, number 1. 1 present, Miss. 2. പെട്ടെന്ന് പറയും. 2. 3 present. 2 ഇല്ല. 4 present, Miss. 2നെ കേൾക്കാല്ല ഇവിടെ നമ്പർ. 2 ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂട്ടോ. 3 പറഞ്ഞു. 4. 2 ഉണ്ട് മിസ്സേ. 4. 5. 5 present. 6. 6 present, Miss. 7. 8. മിസ് 8ന്റെ മൈക്ക് കംപ്ലൈന്റ് ആണ് പറയാൻ പറഞ്ഞോളുണ്ട്. ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെയുള്ളവരെ. 9. 9 present, Miss. 10. 10 present, Miss. Okay, 11. 12. 12 present, Miss. 13. present, Miss. 14. 15. Present, Miss. 16. Present. 17 present. 18. 18 present. 19. 19 present. 20%. 21 present. Okay. 22. 23%. 24%. 25%. 6%. 27. 7%. 28%. 29%. 30. 30 present. Present. Okay, 31. 32. 32%. 33. 33%. 34. 34 ഇല്ല. 36. 36. 37. 38. 39. 40. കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരും. ഞാൻ ഉണ്ടായിരുന്നു എന്നാണ്. 41. 41%. 42%. 43%. 44. 45. 45%. 46. 46. 46. 47. 47. ഞാൻ എന്താ കുറെ ആളുകൾ ഫ്രണ്ട് ആയിട്ട് അറ്റൻഡൻസ് പറയുന്നു. കാരണം ക്ലാസ് ഓൺ ആക്കിയിട്ട് പോയില്ല തോന്നുന്നു. Miss 22%. 22 എവിടെയായിരുന്നു ഞാൻ വിളിച്ചപ്പോ? ഉണ്ടായിരുന്നു മിസ്. വേറെ പരിപാടി ആൾക്കാരല്ലേ. നമ്പർ 4. അല്ല മിസ്. പിന്നെന്തേ? ഓക്കെ, എന്നാ പറയൂ. 4%. 4 നമ്പർ 7. 11. 31. 34. 35. 39. 40. 44. 47. എത്രയാണെങ്കിലോ 9 ആണോ? ഓക്കെ, ഇത് എഴുതിയെടുത്തോ?
ഇതിൽ എന്താ എഴുതിയിട്ടങ്ങളെ ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? കുട്ടികളെ ഓക്കെ, ഒന്ന് ടൈം ഇപ്പൊ കഴിയുമായിരിക്കും. ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും കേട്ടോ. ഈ ഗ്യാസ് പ്ലാന്റിന്റെ ഒന്ന് ഓർത്ത് വെക്കണേ. സ്ട്രേറ്റ് ലൈൻ മെത്തേഡിലാണ് ഡിപ്രീസിയേഷൻ ഉള്ളത്. ആൻസർ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തേക്ക്. എന്റെ ലാസ്റ്റ് പാർട്ടിൽ നിങ്ങൾ വല്ലാതെ കൺഫ്യൂസിങ് ആവണ്ട, ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ക്ലാസ്സില്ലേ? ശിശു എന്താ 47 ഞാൻ എത്ര വിളിച്ചതാ, അപ്പോഴാണ് മെസ്സേജ് ചെയ്യുന്നത്. പിന്നെ മിസ് കണക്ഷൻ പോലായിരുന്നു. ഞാൻ